എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ഡാൻസറിന്റെ ഫ്രണ്ട് അവനാണെങ്കിൽ വമ്പ പോസിലൊക്കെ ഡാൻസറിനെ നോക്കി ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഡാൻസറിനാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെയായി തീർന്നോ, നിനക്ക് എന്താ സംഭവിച്ചേ എന്നൊക്കെ ചിന്തിച്ച് ആ ഷോക്ക് മാറാതെ ഇവനെ തന്നെ നോക്കി നിൽക്കും. ഡാൻസർ ആണെങ്കിൽ ഇപ്പൊ അവൻ അടുത്തേക്ക് വിളിക്കും, ഇവൻ ഇത് നീയല്ലേ, എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല, ഇപ്പോഴാണ് നിന്നെ മനസ്സിലായത്. ഉടനെ ബാക്കിയുള്ളവരാണെങ്കിൽ ഡാൻസർ അവനെ ഇവൻ വിളിക്കുന്നത് കണ്ട് ദേഷ്യപ്പെടും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ബോസിനെ ആളുടെ പേര് വിളിക്കും. അത് കേട്ട് അവൻ ക്യാഷ്വലായിട്ട് ചിരിക്കും. അത് കുഴപ്പമില്ല, അവൻ ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നേ, അതിന്റെ പരിചയക്കുറവാണ്, അത് ഗ്രാജുവലി ഓക്കെ ആയിക്കോളൂന്ന് പറഞ്ഞ് അവനിപ്പോ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കും. അങ്ങനെ ഇവരിവിടെ പരസ്പരം കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരുത്തൻ അവനിപ്പോ ഡോറൊക്കെ തുറന്നു വന്ന് വലിയൊരു വെപ്പനൊക്കെ ചൂണ്ടി അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ഉടനെ എല്ലാവരും ടേൺ ചെയ്ത് ഇപ്പൊ അവനെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും അവന്റെ ഫ്ലാഷ് ബാക്ക് പറയാ, 15 കൊല്ലം മുൻപ് അവന്റെ പപ്പ അദ്ദേഹം രാജ്യം വിട്ടുപോയി. രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തെ കാത്ത് അവർ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായി ആള് തിരികെ എത്തി. പക്ഷെ എന്താ, ആള് വളരെ ക്രേസി ആയിട്ടാണ് പിന്നീട് ബിഹേവ് ചെയ്തത്. ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതുപോലെ തന്നെ. അവന്റെ കഥ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിക്കുമെന്ന് പ്രതീക്ഷിച്ച അവനാണെങ്കിൽ ഇപ്പൊ നാണം കെട്ടുപോകും. അവനെ നോക്കി പൊട്ടിച്ചിരിക്കാണ്. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെപ്പോലുള്ളവര് കാരണമാണ് ഞാനും എന്റെ കുടുംബവും നാണം കെട്ടത്. ഞങ്ങൾക്ക് സംഭവിച്ച ലോസ് അത് വളരെ വലുതാണ്. ഞങ്ങളൊരു ബാഡ് പൈററ്റായി മാറിയതിന് കാരണക്കാരൻ അത് നീയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫുൾ കലിപ്പില് അവന്റെ വെപ്പൻ എടുത്ത് ഇവന് നേരെ നീട്ടും. ഇവനാണെങ്കിൽ അത് കണ്ട് ടെൻഷനായി ബോഡിയൊക്കെ വേർത്ത് അങ്ങനെ ഷിവർ ചെയ്ത് നിൽക്കും. അയ്യോ വേണ്ട, എന്നെ കൊല്ലരുത് പ്ലീസ്, ദയവ് ചെയ്ത് നീ തിരികെ പോണെന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ പേടിച്ചു നിൽക്കും. അതുകൊണ്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും വണ്ടറടിച്ചു നിൽക്കും. ബോസിന് എന്തു പറ്റി, ഇതുവരെ അദ്ദേഹം ഇങ്ങനെ പേടിച്ചു കണ്ടിട്ടില്ലല്ലോ എന്നവർ പറയുമ്പോഴേക്കും ആളുടെ ഫേസ് ചേഞ്ചായി അവനെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ആ വില്ലനാണെങ്കിൽ അടുത്ത നിമിഷം ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് അങ്ങനെ തെറിച്ചു വരും. അത് കണ്ട നമ്മുടെ ആള് സിമ്പിൾ ആയിട്ടൊരു വേവ്സ് ക്രിയേറ്റ് ചെയ്ത് അത് വന്നതുപോലെ തിരികെ അവന്റെ നേർക്ക് തന്നെ അയക്കും. ഡാൻസറിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ കണ്ണൊക്കെ തിരുമ്മി അത് നോക്കി നിൽക്കുകയാണ്. ഞൊടിയടയില് ആ വില്ലന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഫീമെയിൽ ഹോർമോൺ എന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ തുടങ്ങും. ഇവനാണെങ്കിൽ അവന്റെ ബോഡിയിൽ തൊടേണ്ട താമസം അവന്റെ ബോഡി അത് ചേഞ്ച് ആവാനായിട്ട് ആരംഭിക്കും. അവന്റെ താടി മീശയൊക്കെ പോയി ഐസ് അങ്ങനെ ചെറുതായി മാറി അവനിപ്പോ ഒരു പെണ്ണായിരിക്കുകയാണ്. അവനിപ്പോ ഇവന്റെ കാലിൽ പിടിച്ച് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെയാക്കി മാറ്റരുത്, എനിക്ക് എന്റെ പഴയ രൂപം തിരികെ വേണം. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ അത് കണ്ട് കൈയടിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഡാൻസർ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. എങ്കിലും ഇവനെങ്ങനെ ആണായിരുന്ന ഒരുത്തനെ പെണ്ണാക്കി മാറ്റി. അതേസമയം ഇവനാണെങ്കിൽ ഇപ്പൊ വീണ്ടും പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അവിടെ അടിച്ചു പൊളിക്കും. അവൻ പെണ്ണാക്കി മാറ്റിയ ആ വില്ലൻ അവനിപ്പോ അവിടുന്ന് ജീവനം കൊണ്ട് ഓടും. അതേസമയം നമ്മുടെ ഡാൻസർ അവൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി അവൻ ഓടി വന്ന് ഇവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് എനിക്ക് വേണ്ടി ഒരേ ഒരു ഫേവർ നിങ്ങൾ ചെയ്തു തരണം. എന്റെ ഫ്രണ്ട് ലൂഫി അവനാണെങ്കിൽ ആ വാർഡന്റെ പോയിസണിൽ പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിങ്ങളെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലല്ലോ, പ്ലീസ് ദയവ് ചെയ്ത് അവന്റെ ജീവൻ അത് തിരികെ പിടിക്കണം. പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. അതിന് ഇവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് അവനെ അവിടുന്ന് വിളിച്ചോണ്ട് പോകും. അങ്ങനെ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോ നമ്മുടെ ഇവനാണെങ്കിൽ ഡാൻസറിനോട് പറയും, ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ബോഡിയിൽ മെഡിസിൻ വെച്ചതും നിന്റെ ബോഡിയിൽ ബാൻഡേഡ് ഇട്ടതും അതൊക്കെ തന്നെ ലൂഫി റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. അത് കേട്ടവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. ഇവനാണെങ്കിൽ വീണ്ടും, ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ഞങ്ങൾ മോണിറ്ററിൽ കണ്ടിരുന്നു. മൃതപ്രാണനായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. ലൂഫി നിനക്ക് വേണ്ടി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിന്നെപ്പോലെ തന്നെ അവനും ഞങ്ങൾ 10 മണിക്കൂർ മുൻപ് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവന് കൊടുത്ത ട്രീറ്റ്മെന്റ് അത് കുറച്ച് ഹൈ എഫക്റ്റീവ് ആയതാണ്. അതുകൊണ്ട് അവന് സേഫ് ആയ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരിപ്പോ ലോക്കൊക്കെ ചെയ്തിരിക്കുന്ന വലിയൊരു ഡോറിന് മുൻപിലേക്ക് വരും. ആ ഡോറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇപ്പൊ ലൂഫി അവൻ നിലവിളിക്കുന്ന ശബ്ദം പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും വാക്സ് വെച്ച് 4 സ്റ്റിക്ക് ഉണ്ടാക്കി അതിനു മേലെ ചവിട്ടി നിന്നായിരിക്കും ഇപ്പൊ മുൻപോട്ട് നടക്കുക. കാരണം അവരുടെ തൊട്ടു താഴെ ആ വോൾഫുകള് അവറ്റകളാണെങ്കിൽ അവർ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവറ്റകളുടെ കടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ഇപ്പൊ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ടാവുക. അവർക്കാണെങ്കിൽ ആ സ്റ്റിക്ക് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും സകല ശക്തിയും എടുത്ത് അവരൊരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് അതുപയോഗിച്ച് മുൻപോട്ട് നടക്കും.
കട്ട് ചെയ്ത ലൂഫി അടച്ചിട്ടിരിക്കുന്ന ആ വലിയൊരു ഡോർ കാണിക്കും. അതിന്റെ തൊട്ടു മുൻപില് ഡാൻസറും ഇവനും. ആ ഡോറിന്റെ അപ്പുറ വശത്ത് നിന്ന് ഇപ്പൊ ലൂഫിയുടെ നിലവിളി ശബ്ദം അതങ്ങനെ പുറത്തേക്ക് വരും. ഡാൻസറിനാണെങ്കിൽ അത് കേൾക്കുമ്പോ കുറച്ചൊക്കെ ടെൻഷനാവും. എന്തായിരിക്കും അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സത്യം പറയ്, ഇവിടെ എന്താ നടക്കണേ? എന്റെ ലൂഫിക്ക് അവൻ എന്താ സംഭവിക്കണേ? എന്തിനാ അവനിങ്ങനെ നിലവിളിക്കുന്നേ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങള് ഇപ്പൊ അവൻ ചോദിക്കും. അതിന് ഇവൻ അങ്ങനെ തല താഴ്ത്തി അവനോട് പറയും, ലൂഫിക്ക് കഴിഞ്ഞ 10 മണിക്കൂറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ 2 ദിവസം കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ലൂഫിയെ രക്ഷപ്പെടുത്തി അവനെ പഴയതുപോലെ ഉഷാറായിട്ട് തിരികെ കൊണ്ടുവരാൻ കഴിയൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ലൂഫിയുടെ ട്രീറ്റ്മെന്റ് അതെങ്ങനെയായിരുന്നു എന്ന് കാണിക്കും. ഇവനാണെങ്കിൽ ലൂഫിയെ അവനെ വലിയൊരു കല്ലില് ഒരുപാട് ചെയിനൊക്കെ വെച്ച് ലോക്ക് ചെയ്തിടും. അതിനുശേഷം ആദ്യമായിട്ട് ലൂഫിയുടെ ബോഡിയിലുള്ള പോയിസൺ അത് ഫുൾ റിമൂവ് ചെയ്യാണ്. അതിനുശേഷം ലൂഫിയോട് പറയും, നിന്റെ ബോഡി മുഴുവനായിട്ട് ക്യൂർ ചെയ്യണമെങ്കിൽ നിന്റെ ആയുസിന്റെ 10 വർഷം അത് നീ തരേണ്ടി വരും. ലൂഫി മറ്റൊന്നും ആലോചിക്കാതെ അതിന് ഓക്കെ പറയും. പക്ഷെ വീണ്ടും അവൻ അടുത്തൊരു കാര്യം കൂടെ ലൂഫിയുടെ അടുത്തേക്ക് പറയാണ്. ഇൻ കേസ് ഈ ഒരു ട്രീറ്റ്മെന്റ് അത് മുഴുവൻ കംപ്ലീറ്റ് ആയാലും നിനക്ക് പഴയതുപോലെ ആവാൻ കഴിയും എന്നതില് യാതൊരു ഉറപ്പുമില്ല. 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നിന്റെ ബോഡിയിൽ അവശേഷിക്കുന്ന ആ പോയിസൺ അത് വേണമെങ്കിൽ നിന്റെ മുഴുവൻ ബോഡിയും ടേക്ക് കെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിന്റെ മനഃശക്തിയാണ്. നിന്റെ മനഃശക്തിയെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് അത് മുൻപോട്ട് പോവുക. ലൂഫി ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ തലയാട്ടും. അടുത്ത നിമിഷം അവന്റെ കയ്യിലെ നെയിലൊക്കെ നീട്ടി ആന്റിഡോട്ട് ഹീലിംഗ് പവർ ലൂഫിയുടെ ഓരോ ഭാഗത്തേക്കും അങ്ങനെ നെയിൽ വെച്ച് ഇഞ്ചക്ട് ചെയ്യും. ലൂഫിയുടെ ബോഡിയിലെ വേദന അത് ആരംഭിക്കാൻ തുടങ്ങും. മണിക്കൂറുകൾ കഴിയും തോറും അതങ്ങനെ ഇരട്ടിക്കുകയാണ്. ആന്റിഡോട്ടും ലൂഫിയുടെ ബോഡിയിലെ പോയിസണും അത് തമ്മിൽ ഏറ്റുമുട്ടി ലൂഫിയുടെ വേദന അതങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്ത ലൂഫിയുടെ കരച്ചില് അതാണ് ഇപ്പൊ 10 മണിക്കൂറായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആൻസറിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലൂഫി എത്രത്തോളം വേദന സഹിക്കുന്നുണ്ടെന്നും അവൻ എത്ര വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവന് മനസ്സിലാവും. പക്ഷെ ഇവനാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അവൻ ഇനിയും ഒരുപാട് വേദന സഹിക്കണം. ഇമ്മ്യൂണിറ്റി പവർ അത് ഞാൻ നൊടിയിടയിൽ ബൂസ്റ്റപ്പ് ആക്കി. അതാണ് അവൻ ഇത്രയും കൊടിയ വേദന കൊടുക്കുന്നത്. ഇനി എല്ലാം ലൂഫിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ അവൻ ജീവൻ തിരികെ കിട്ടി അവൻ പഴയതുപോലെ ആവും. അല്ലെങ്കിൽ അവൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ അവന്റെ ജീവൻ തന്നെ നഷ്ടമാവാം. നിനക്ക് വേണമെങ്കിൽ അവനെ ഒരു നോക്ക് കാണാമെന്ന് പറഞ്ഞ് ഡാൻസറിനെ അകത്തേക്ക് കയറ്റി വിടും. അവനാണെങ്കിൽ ലൂഫിയുടെ അവസ്ഥ കാണേണ്ട താമസം അങ്ങനെ റിട്ടേൺ പറന്നു വന്ന് ഇവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് അവൻ ഇങ്ങനെ ചെയ്യരുത്. അവന്റെ ബോഡിയിലെ ആ ചെയിനെങ്കിലും നിങ്ങൾ അയച്ചുവിട്. ഇതുപോലെ ട്രീറ്റ്മെന്റ് മുൻപോട്ട് പോയാൽ ഉറപ്പായിട്ടും അവന് പിന്നെ ജീവൻ ഉണ്ടാവില്ല. അത് കേട്ട് ഇവന് ഇപ്പൊ കാലിയളകും. അവൻ കൈ ചുരുട്ടി ഡാൻസറിന്റെ മുഖത്ത് ആഞ്ഞൊരടി. നിർത്തണടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നീ എന്തായി പറയണേ? ഞാനും അവനെ രക്ഷിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ലക്ഷ്യം അവനെ തിരികെ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. സോ അതിനവൻ ഈ പ്രൊസീജിയറിൽ കൂടെ ഒക്കെ തന്നെ കടന്നു പോയേ പറ്റൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഈ പേസിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. അവര് ചെറുപ്പം മുതലേ എങ്ങനെ വളർന്നു വന്നു, എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റയടിക്ക് ഓർക്കും. അവൻ ആ മെമ്മറീസ് എല്ലാം ഓർത്ത് ഇപ്പൊ നിലവിളിച്ച് കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.